വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണല്ലോ അസേർഷൻ റീസൺ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെട്രോസ്പോറി ലീഡ്സ് ടു എൻഡോസ്പോറി ഗാമറ്റോഫൈറ്റ് ഡെവലപ്മെന്റ്. ദെൻ റീസൺ ദ ഗാമറ്റോഫൈറ്റ്സ് ഡെവലപ്പ് വിത്തിൻ ദ സ്പോർ വോൾ. ടെറിഡോഫൈറ്റ്സിൽ ഇവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ ഒരു ഹെട്രോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ടേം പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്, അതായത് റീസണും അസേർഷനും കറക്റ്റ് ആണോ ഇല്ലയോ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ എന്താണ് ഹെട്രോസ്പോറി, അവയുടെ എൻഡോസ്പോറിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണ് എന്ന് പറയണം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരിക എ ആണ്, രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ ഹെട്രോസ്പോറി എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സെലാജിനെല്ല മാർസീലിയയുടെ കേസാണ് ടെറിഡോഫൈറ്റിൽ പഠിച്ചിട്ടുള്ളത്. ഹെട്രോസ്പോറിക് ആയിട്ടുള്ള കണ്ടീഷൻ കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് സെലാജിനെല്ല മാർസീലിയ ആണ്. അവയിലെ രണ്ട് ടൈപ്സ് സ്പോർസ് അല്ലെ, മൈക്രോസ്പോർ ആൻഡ് മെഗാസ്പോർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ്, അവയുടെ സൈസിലും ഷേപ്പിലും എല്ലാം മാറ്റമുള്ള രണ്ട് ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഹെട്രോസ്പോറി. സെയിം സൈസും അല്ലെങ്കിൽ ഷേപ്പും ആണെങ്കിൽ അതാണ് ഹോമോസ്പോറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഹെട്രോസ്പോറി എന്ന് പറയുന്ന കണ്ടീഷൻ സീഡ് ഹാബിറ്റ്, സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റിലേക്കുള്ള ഒരു ഇവല്യൂഷണറി സ്റ്റേജ് ആണ് എന്നും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഹെട്രോസ്പോറി എന്ന് പറയുന്നത് എൻഡോസ്പോറിക് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് ആണ്. അതായത് സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സീഡ് കോട്ടിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പൊ ഒരു ഹെട്രോസ്പോറിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, അതിൽ സ്പോർസ്, രണ്ട് ടൈപ്പ് സ്പോർസ് ഉണ്ടെങ്കിൽ ആ സ്പോർസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്പോർ വോളിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക, ലൈക്ക് സീഡിന്റെ ആ ഒരു ഡെവലപ്മെന്റ് പോലെ. ഓക്കെ, അപ്പൊ ഒരു സ്പോർ വോളിന്റെ ഉള്ളിലാണ് ആ ഒരു സ്പോറിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് ഗ്യാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതാണ് എൻഡോസ്പോറിക് എന്ന് പറയുന്നത് സ്പോർ വോളിന്റെ ഉള്ളിലാണ്. നേരെ തിരിച്ച് ഹോമോസ്പോറസ് എന്ന് പറയുമ്പോൾ സ്പോർ റിലീസ് ചെയ്തിട്ട്, അതായത് സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സോസ്പോറിക് ആയിട്ടാണ് ഹോമോസ്പോറിയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഹെട്രോസ്പോറി എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിഗാർഡിംഗ് ടീലോം തിയറി. ഇത് ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ കറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടീലോം തിയറി, ഇനീഷ്യൻ തിയറി ഒക്കെ ടെറിഡോഫൈറ്റിന്റെ ഒരു ഇവല്യൂഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. അതിൽ ടീലോം തിയറി എന്ന് പറയുന്നത് വോൾട്ടർ സിമോമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ്, മൈക്രോഫിൽസ് ഇവോൾവ് ഫ്രം റിഡക്ഷൻ, മെഗാഫിൽസ് ഇവോൾവ് ബൈ വെബിംഗ് ഓഫ് ടീലോം, ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഈസ് പ്രിമിറ്റീവ്. അതായത് ഈ ഒരു ടീലോം തിയറിയിൽ മൈക്രോഫിൽസ്, ചെറിയ ലീവ്സ് റിഡക്ഷൻ വഴിയാണ് ഇവോൾവ് ചെയ്തത്. ടീലോം തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ആണ്. അപ്പം ഈ ഒരു ടീലോം തിയറി, ഇനീഷ്യൻ തിയറി, ആ രണ്ട് തിയറീസ് ആണ് ഉള്ളത്. ആ രണ്ട് തിയറിന്റെയും പോസ്റ്റുലേറ്റ്സ്, അതായത് ലീഫ് എങ്ങനെയാണ്, റൂട്ട് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നുള്ളത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നതിൽ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടീലോം തിയറിയിൽ കുറച്ച് പ്രോസസ് ഉണ്ട്, അതായത് ഓവർടോപ്പിംഗ്, പ്ലാനേഷൻ, വെബിംഗ്, റിഡക്ഷൻ. അപ്പൊ അതിൽ റിഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് മൈക്രോഫിൽ ഫോം ചെയ്യുന്നത്. വെബിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് മെഗാഫിൽ ഫോം ചെയ്യുന്നത്. നേരെ തിരിച്ച് ഇനീഷ്യൻസിലാണെങ്കിൽ ഈ ഒരു റിഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് അല്ല, ഒരു സെപ്പറേറ്റ് സ്റ്റെമ്മിൽ നിന്നുള്ള ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ടാണ് മൈക്രോഫിലും മെഗാഫിലും ഇവോൾവ് ചെയ്യുന്നത് എന്നാണ് ഇനീഷ്യൻ തിയറിയിൽ പറയുന്നത്. ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ഇതിൽ നോക്കാം. ഒന്നാമത്തെ നോക്കി, അസോള ഈസ് യൂസ്ഡ് ആസ് എ ബയോ ഫെർട്ടിലൈസർ ഡ്യൂ ടു സിംബയോസിസ് വിത്ത് അനബീന അസോള. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് അല്ലെ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അസോള എന്ന് പറയുന്നത്, അസോളയിൽ അനബീനയുമായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ട്. അതൊരു നൈട്രജൻ ഫിക്സേറ്റിംഗ് ആയിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതുകൊണ്ട് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ടെറസ് വിറ്റാറ്റ ഈസ് യൂസ്ഡ് ഇൻ ആർസനിക് ഫൈറ്റോ റെമഡിയേഷൻ. ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ ഹെവി മെറ്റൽ അക്യുമുലേഷൻ, ഒരു ഹെവി മെറ്റൽസിന്റെ കണ്ടാമിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിനെ യൂസ് ചെയ്യുന്നതിനെയാണ് ഒരു ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അതിൽ ടെറസ് വിറ്റാറ്റ എന്ന് പറയുന്നത് എന്താണ്? ആർസനിക് ഫൈറ്റോ റെമഡിയേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then third question, ഇക്വിസിറ്റം is a major source of timber. ടിമ്പറിന്റെ ഒരു സോഴ്സ് ആണോ ഇക്വിസിറ്റം എന്ന് പറയുന്നത്?
ക്വിസിറ്റിയം എന്ന് പറയുന്നത് മേജർ സോഴ്സ് ഓഫ് ടിമ്പർ അല്ല. ടിമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ വുഡി സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ലാസ്റ്റ് നോക്കി ലൈക്കോപോഡിയം സ്പോർസ് ആർ യൂസ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഫയർ വർക്ക്സ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1, 2 and 4 ആണ്. 3 നമുക്ക് ഒഴിവാക്കാം, കാരണം ടിമ്പർ അല്ല, ഒരിക്കലും ഒരു ടെറിഡോഫൈറ്റ് ടിമ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. Okay, അപ്പോൾ next question. The earliest vascular land plants showing dichotomous branching and lacking true roots belongs to. നിങ്ങൾക്കറിയാം earliest ആയിട്ടുള്ള vascular plants എന്ന് പറയുന്നതിൽ ഏത് ഗ്രൂപ്പാണ്? Psilopsidae ആണ്. ആ ഒരു Psilopsidaeക്കാണ് true rootഉം lack ആയിട്ടുള്ളത്. നമ്മൾ സൈലോട്ടം പഠിക്കുന്നില്ലേ? സൈലോട്ടം നമ്മൾ MSc പഠിക്കുന്നുണ്ട്. അപ്പോൾ അവയ്ക്ക് dichotomous ആയിട്ടുള്ള ബ്രാഞ്ചിങ്ങും ആണ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? Psilopsidae ആണ് വരിക. പ്രിമിറ്റീവ് ആയിട്ടുള്ള റൂട്ട്ലെസ് ആയിട്ടുള്ള ഡൈക്കോട്ടമസ് പ്ലാന്റ് ആണ് സൈലോപ്സിഡയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റീലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തത് മൈക്രോഫിൽസ് ഹാവ് സിംഗിൾ വെയിൻ ആൻഡ് ലാക്ക് ലീഫ് ഗ്യാപ്സ്. ആ ഒരു എന്താ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആണല്ലേ. മൈക്രോഫിൽസ് സിംഗിൾ വെയിൻ ആണ്, ലീഫ് ഗ്യാപ്സ് ആബ്സെന്റ് ആണ്. ദെൻ മെഗാഫിൽസ് അറൈസ് ത്രൂ ടീലോം തിയറി ഇൻവോൾവിംഗ് ഓവർടോപ്പിംഗ് ആൻഡ് വെബിംഗ്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. വെബിംഗ് ആൻഡ് ഓവർടോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് മെഗാഫിൽസ് അറൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. ദെൻ മൂന്നാമത്തെ നോക്കിയേ, ടിക്റ്റിയോസ്റ്റീൽ ലാക്സ് ലീഫ് ഗ്യാപ്സ് ആണോ? നമ്മൾ പല ടൈപ്പ് സ്റ്റീൽസ് പഠിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താ ലിങ്ക് ഞാൻ വേണമെങ്കിൽ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ സ്ക്രീൻ ആയിട്ടോ കൊടുത്തേക്കാം. ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതായത് കുറേ മെരി സ്റ്റീൽസ് പ്രസന്റ് ആയിട്ടുള്ളതായിരുന്നു അല്ലേ ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറയുന്നത്. പല പല എന്താ കുറെ ബ്രോക്കൺ ഡൗൺ ആയിട്ട്, ആ ഒരു സൈഫണോ സ്റ്റീലിന്റെ ബ്രോക്കൺ ഡൗൺ ആയിട്ട് കുറേ മെരി സ്റ്റീൽസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ മെരി സ്റ്റീൽസ് പ്രസന്റ് ആകുമ്പോൾ തന്നെ ആ ഓരോ മെരി സ്റ്റീൽസിന്റെ ഇടയിൽ കുറേ ലീഫ് ഗ്യാപ്സ് ഡിക്റ്റിയോ സ്റ്റീൽ പ്രസന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ലാസ്റ്റ് നോക്കിയേ, പ്രോട്ടോ സ്റ്റീൽ കണ്ടെയ്ൻ സെൻട്രൽ പിത്ത് ആണോ? അല്ല. പ്രോട്ടോ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റീൽ ആണ്. അവയിൽ എന്താ ഒരു സെൻട്രൽ സൈലം ഉണ്ടായിരിക്കും, ആ സൈലത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയം ഉണ്ടായിരിക്കും. അത്രയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ആണ് പ്രോട്ടോ സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആൻസർ ഏതാണ് വരിക? 1ഉം 2ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. Okay, the next question, which innovation distinguishes Lycopsids from Psilopsids evolutionarily? Evolutionarily Lycopsidsനെ Psilopsidsുമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്താണ്? ഒന്നാമത്തത് presence of vascular tissue. Vascular tissue രണ്ടിലും ഉണ്ട് അല്ലേ. Presence of true root and microphyls, heterospory, സെക്കൻഡറി ഗ്രോത്ത്. ഇതിൽ ഏതാണ് വരിക? സെക്കൻഡറി ഗ്രോത്ത് ഒരിക്കലും വരില്ല. അപ്പൊ ആൻസർ ബി ആണ് വരിക അല്ലെ. അതായത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് സൈലോപ്സിഡ്സിൽ ട്രൂ റൂട്ട് ഇല്ല, പക്ഷേ ലൈക്കോപ്സിഡ്സിൽ ട്രൂ റൂട്ടും മൈക്രോഫിൽസും ഉണ്ട്. ഓക്കെ, സൈലോപ്സിഡ്സിൽ ലീഫ് ഉണ്ടോ? ലീഫ് റെഡ്യൂസ്ഡ് ആണ്, ചെറിയ ചെറിയ ഇനീഷ്യൻസ് ആണ് സൈലോപ്സിഡ്സിലുള്ള ആ ഒരു ലീഫിന് നമ്മൾ പേര് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. Homosporous plants produce bisexual gametophyte. Homosporous ആയിട്ടുള്ള പ്ലാന്റ് ബൈസെക്ഷുവൽ ആയിട്ടുള്ള gametophyte ആണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. Then heterosporous ആയിട്ടുള്ള plants produce unisexual gametophytes. Heterospory leads to seed habit. ഇതിൽ ഏതാണ്? ആൻസർ ഡി ആണ് അല്ലേ. മൂന്നും ശരിയാണ് അല്ലേ. ഹോമോസ്പോറസ് എന്ന് പറയുന്നത് ബൈസെക്ഷുവൽ. So next question നോക്കാം. Independent evolution of heterospory occurs in. സിമ്പിൾ ആണ്. അതായത് heterospory കാണുന്നത് ഏതിലാണ്? ഓപ്ഷൻസ് ലൈക്കോപ്സിഡ്സിൽ, ടീറോപ്സിഡയിൽ, ലൈക്കോപ്സിഡ ആൻഡ് സം ടീറോപ്സിഡ, ഓൾ ചെറിഡോഫൈറ്റ്. ഓൾ ചെറിഡോഫൈറ്റ് എന്തായാലും അല്ല അല്ലേ. മെജോറിറ്റി ടെറോഫൈറ്റ്സിലും ഹോമോസ്പോറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കാണുന്നത്. ചുരുക്കം ചില ആൾക്കാരിൽ മാത്രമേ ഹെട്രോസ്പോറി കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ സെലാജിനെല്ല പഠിച്ചിട്ടുണ്ട്. അപ്പൊ സെലാജിനെല്ല എന്ന് പറയുന്നത് ഏതിലാ വരിക? ലൈക്കോപ്സിഡയിലാണ് വരിക. പക്ഷെ നമ്മൾ കൂടാതെ മാർസീലിയയിലും ഹെട്രോസ്പോറി പഠിച്ചിട്ടുണ്ട്. മാർസീലിയയിലാണ് വരിക, ടീറോപ്സിഡയിലാണ് വരിക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൻസർ ഏതാണ്. ലൈക്കോപ്സിഡയിലും ചില ടീറോപ്സിഡേസിലും ഒക്കെയാണ് ഹെട്രോസ്പോറി വരുന്നത്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ അല്ലാതെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം അതായത് ഐസോയിഡ്സ്, ലൈക്കോപ്സിഡയിൽ വരുന്ന ഐസോയിഡ്സിലും ഹെട്രോസ്പോറി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിളും കൂടി ഒരുമിച്ച് പഠിച്ചു വെക്കുക. Next, eusporangiate development is seen. നിങ്ങൾ രണ്ട് ടൈപ്പ് സ്പൊറാഞ്ചിയേറ്റിന്റെ ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ട്. യൂസ്പൊറാഞ്ചിയേറ്റും ഉണ്ട്, ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റും ഉണ്ട്. അത് തമ്മിലുള്ള ചെറിയ വ്യത്യാസം, അതായത് ഇന്നെ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ യൂസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്
ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽ സെൽസിൽ നിന്നാണ്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ആണെങ്കിലോ ഒരു സിംഗിൾ ഇനീഷ്യൽ സെല്ലിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്പൊറാഞ്ചിയേറ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആണ്. അപ്പൊ അവ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വോൾ ലെയർ ഉണ്ടാവില്ല, ഒരു സ്പോർ വാളും മൾട്ടി ലെയർഡ് ആയിട്ടുള്ള വോൾ ആയിരിക്കും യൂസ്പൊറാഞ്ചിയേറ്റിൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ. യൂസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ കുറേ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും, ലെപ്റ്റോയിലാണെങ്കിൽ കുറച്ച് സ്പോർസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ആ യൂസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് ഏതിലാണ് സീൻ ചെയ്യുന്നത്? ഏതിലാണ്? സ്ഫീനോപ്സിഡയിലാണ് മെയിൻ ആയിട്ട് യൂസ്പൊറാഞ്ചിയേറ്റ്. സ്ഫീനോപ്സിഡ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഏതാണ് വരിക? ഇക്യുസീറ്റം ആണ്. ഓക്കെ, ഇക്യുസീറ്റം ആയിട്ടുള്ള സ്ഫീനോസ്പിഡയിൽ വരുന്ന സ്ഫീനോപ്സിഡയിൽ വരുന്ന ഇക്യുസീറ്റത്തിലാണ് യൂസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഒന്നാമത്തത്, സൈലോപ്സിഡ ലാക്ക് ട്രൂ റൂട്ട്. ശരിയാണോ? ആ ഒരു ഓപ്ഷൻ ശരിയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈലോപ്സിഡ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ആണ്, അവയ്ക്ക് ട്രൂ റൂട്ട് ഇല്ല, അവ ഡൈക്കോട്ടോമസലി ബ്രാഞ്ചഡ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ലൈക്കോപ്സിഡ ഹാവ് മെഗാഫില്ലസ് ലീവ്സ് ആണോ? അല്ല, ലൈക്കോപ്സിഡ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി മൈക്രോഫില്ലസ് ആണ്. മൈക്രോ ആയിട്ടുള്ള ഫില്ലസ് മാത്രമേ ഉള്ളൂ. മെഗാഫില്ലസ് നമ്മളുടെ ആ ഒരു ഫേൺ ചെറിസിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ്, സ്ഫീനോപ്സിഡ ഷോസ് ജോയിന്റഡ് സ്റ്റെംസ്. നമ്മൾ സ്ഫീനോപ്സിഡ എന്ന് പറയുമ്പോൾ മൈൻഡിൽ വരേണ്ടത് ഇക്യുസീറ്റം ആണ്. ഇക്യുസീറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ജോയിന്റഡ് സ്റ്റെംസ് കാണുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ നോക്കിയേ, ടീറോപ്സിഡ ഇൻക്ലൂഡ് ട്രൂ ഫേൺസ്. ഓക്കെ, ആ ഒരു ഓപ്ഷനും ശരിയല്ലേ? അപ്പൊ ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. 1ഉം 3ഉം 4ഉം ശരിയാണ്. ഓക്കെ, so next question, in homosporous pteridophyte gametophyte is typically, നമ്മൾ ഫസ്റ്റ് എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഹോമോസ്പോറസ് എന്ന് പറയുമ്പോൾ സ്പോറിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ആൻഡ് എക്സോസ്പോറിക് ആണ്. എക്സോസ്പോറിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഒന്നിൽ തന്നെ രണ്ട് മെയിലും ഫീമെയിലും ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് ബിയും ഡിയും ആണ് എക്സോസ്പോറിക് ഉള്ളത്. അപ്പൊ അതിൽ ഒന്നിൽ തന്നെ രണ്ടും ഉണ്ടാകുമ്പോൾ ആ ഒരു കണ്ടീഷൻ ഏതാണ്? ബൈസെക്ഷുവൽ ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഹോമോസ്പോറി ഫ്രീ ലിവിംഗ് ബൈസെക്ഷുവൽ ആയിട്ടുള്ള പ്രോഥാലസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിനു മുന്നേ ഇത്രയും ഈ ഒരു എന്താ ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലും എന്താ ആ ഒരു എക്സാമിന് മുന്നോടിയായിട്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻ മോഡൽസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആ ഒരു കമന്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കുക. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിൽ ഒന്നാമത്തെ എന്താണ്? യൂസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെന്റ് ഇൻവോൾവ് മെനി ഇനീഷ്യൽസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അവ കറക്റ്റ് ആണ് അല്ലേ? ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് സ്പൊറാഞ്ചിയം arises from a single initial. ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, യൂസ്പൊറാഞ്ചിയേറ്റ് ഈസ് അഡ്വാൻസ്ഡ് ആണോ? അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ആൻസർ എ ആണ്. 1ഉം 2ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ സീരീസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു.